ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഉബൈദ് ആദിനാൾ. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് അടുത്ത് നടക്കാൻ പോകുന്ന LDC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, സ്കൂൾ ടെക്സ്റ്റിലെയും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ സ്ഥലത്തില്ല, നാട്ടിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി കോഴിക്കോടാണ്. ഓക്കെ, അപ്പം നാട്ടിൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് ക്ലാസ് ചെയ്യും. അപ്പോൾ പക്ഷേ കുറേ കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് എക്സാമിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സാറേ ഇട്ട് തരണേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ അവിടെ നിന്നുകൊണ്ട് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറേ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം. ബാക്കി അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്തിടാം. അതേപോലെ ഞാൻ നാട്ടിൽ വന്ന ഉടനെ നമുക്ക് കുറച്ചും കൂടെ കാര്യമായിട്ട് ചെയ്യാം. നമ്മൾ കുറച്ച് കോഴ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? മുമ്പ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 38-ഉം 9-ാം പദം 66-ഉം ആയാൽ 25-ാം പദം എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം എന്ന് പറയുന്നത്, ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം എന്ന് പറയുന്നതാണ് എത്ര? 38 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത എത്രയാണ് പറയുന്നത്? 9-ാം പദം എന്ന് പറയുന്നതാണ് 66 എന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് 25-ാം പദം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 25-ാം പദം എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 5-ാം പദമാണോ 9-ാം പദമാണോ വലുതെന്ന് നോക്കണം. 5ആണോ 9ആണോ വലുതെന്ന് നോക്കണം. സംഖ്യയാണ് നോക്കേണ്ടത്, കാര്യം പദമാണ് നോക്കേണ്ടത്. അല്ലാതെ ഈ 38, 66 അതല്ല നോക്കേണ്ടത്. 5ആണോ വലുത് 9ആണോ വലുത് നോക്കണം. അപ്പോൾ 9ആണ് വലുത്. അപ്പോൾ 9-ാം പദമാണ് വലുത്. ആ 9 എന്ന് പറയുന്ന പദത്തിന്റെ സംഖ്യ എത്രയാണെന്ന് നോക്കണം. അല്ലാതെ 66 വലുതായോണ്ടല്ല എടുക്കേണ്ടത്. 5നേക്കാട്ടിൽ വലുത് 9 ആയതുകൊണ്ട് ആ 9 എന്ന് പറയുന്ന സംഖ്യയുടെ 9 എന്ന് പറയുന്ന പദത്തിന്റെ സംഖ്യ എത്രയാണെന്ന് നോക്കണം. 9 എന്ന് പറയുന്ന പദത്തിന്റെ സംഖ്യ എത്ര? 66 ആണ്. നമ്മൾ എളുപ്പ ആൻസർ കയറാനുള്ള ഷോർട്ട് കട്ടാണ് ഈ പറഞ്ഞുതരുന്നത്. പെട്ടെന്ന് ആൻസർ കയറാനുള്ള സെറ്റപ്പാണ് ഈ പറഞ്ഞിരുന്നത്. ഓക്കെ ആണല്ലോ? 66 എടുക്കണം. മൈനസ്, ഇപ്പോൾ വലുത് 66 ആകുമ്പോൾ ചെറിയ പദം എന്ന് പറയുന്ന അടുത്ത 5-ാം പദമാണല്ലോ ചെറുത്. അതിന്റെ സംഖ്യ എത്രയാണെന്ന് നോക്കണം. അതെത്ര? 38. അതങ്ങ് എഴുതണം. അപ്പോൾ എന്താ? വലിയ പദം എന്ന് പറയുന്നത് എത്രയാണ്? 9-ാം പദമാണ്. അതിന്റെ നമ്പർ 66. അത് എഴുതി. അടുത്തത് ചെറിയ പദം എന്ന് പറയുന്നത് എത്രയാണ്? 5-ാം പദമാണ്. അതിന്റെ പദം എത്ര? 38. അത് മൈനസ് ചെയ്യണം. മൈനസ് ഡിവൈഡഡ് ബൈ. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ 9-ാം പദം, വലിയ പദം 9 ഇല്ലേ? 9-ാം പദം മൈനസ് ചെറിയ പദം എത്രയാണ്? 5-ാം പദം. ഇത് തമ്മിൽ കുറയ്ക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഏറ്റവും വലിയ പദം 9 ആണ്. അതിന്റെ നമ്പർ 66 എഴുതി. മൈനസ് അടുത്ത ചെറിയ പദം എന്ന് പറഞ്ഞാൽ 5 ആണ്. അതിന്റെ നമ്പർ 38. അത് എഴുതി. താഴെ നമ്മൾ എന്താ? 9 ആണ് വലിയ പദം. 9 മൈനസ് 5, വലുതും ചെറുതും തമ്മിലുള്ള ഡിഫറൻസ് താഴെ എടുത്തു. അതെടുത്ത് താഴെ എഴുതി. പദങ്ങൾ എടുത്ത് എഴുതണം. ആ സംഖ്യ ഏതാണോ അത് മേളിൽ എഴുതണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസമാണ് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. നമുക്ക് നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 66-ൽ നിന്ന് 38 കുറയ്ക്കുക. ഓക്കെ, 16 8 പിന്നെ 5 5 3 2 28 ഡിവൈഡഡ് ബൈ താഴത്തെ സംഖ്യ 9-ൽ നിന്ന് 5 കുറയ്ക്കുക. 9-ൽ നിന്ന് 5 കുറച്ചാൽ 4 കിട്ടും. 9-ൽ നിന്ന് 5 കുറച്ചാൽ 4 കിട്ടും. 7 4 28 എന്ന് കിട്ടും. ഈ 7 എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് 7 ആണ്. കോമൺ ഡിഫറൻസ് 7 ആയാൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് 25-ാമത്തെ പദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25-ാമത്തെ പദം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാം പദത്തിലൂടെ കോമൺ ഡിഫറൻസ് ഒരു വട്ടം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 2-ാം പദമായിരിക്കും. അതേപോലെ ഒന്നാം പദത്തിന്റെ കൂടെ കോമൺ ഡിഫറൻസ് 2 വട്ടം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 3-ാം പദമായിരിക്കും. ഓക്കെ ആണല്ലോ? ഞാൻ നേരത്തെ വീഡിയോയിൽ ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളയാ. എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾക്ക് ഒരു 9-ാം പദം തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. നമുക്ക് എന്താണ് ഇവിടെ? ഒരു 9-ാം പദം തന്നിട്ടുണ്ട്. ആ 9-ാം പദത്തിന്റെ കൂടെ
എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 25-ാം പദം കിട്ടുന്നതെന്ന് വെച്ചാൽ 9-ലൂടെ എത്ര കൂട്ടിയാലാണ് 25 കിട്ടുന്നതെന്ന് വെച്ചാൽ 16 കൂട്ടിയാലാണ്. 9ഉം 16 കൂട്ടുമ്പോൾ 25 കിട്ടുന്നത്. 16 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 25-ാം പദം കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 9ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 16 വട്ടം കൂട്ടിയാൽ 9ഉം 16 കൂട്ടുമ്പോൾ 25. 25ാമത്തെ പദം കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് 9ാം പദം നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. 9ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 66 എന്ന് പറയുന്നുണ്ട്. 66 പ്ലസ് 16 ഇൻറ്റു ഡി. 16 ഇൻറ്റു ഡി. 16 ഇൻറ്റു ഡി. ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? 7 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ? 66 പ്ലസ് ഉണ്ട് 42 ഇഷ്ടം 4 ഒരു 7 4 11. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കിയേ എത്ര? 166 ഇത് 112ഉം 66 കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 7 8 7 7 എന്നിട്ട് 8 7 7 അല്ലെ? സോറി 8 7 1 8 7 1 8 7 8 7 1. ഓക്കെ, ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 178 എന്ന് കിട്ടും. എത്ര കിട്ടും? 178 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 178 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രേണിയുടെ 25ാമത്തെ പദം എന്ന് പറയുന്നത്, ഈ ശ്രേണിയുടെ 25ാമത്തെ പദം എന്ന് പറയുന്നത് 178 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒന്നും കൂടെ പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 38ഉം 9ാം പദം 66ഉമാണ്. അപ്പൊ 9 ആണ് വലുത്. ആ വലിയ പദമായ 9 എന്ന് പറയുന്ന പദമാണ് വലുത്. അതിന്റെ നമ്പർ ഏതും ആയിക്കോട്ടെ. ചിലപ്പോൾ 9ാം പദം 25ഉം 5ാം പദം 40 ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെ 40 വലുതെന്ന് അതല്ല നോക്കേണ്ടത്. ഇവിടെ പദം എത്രയാണ് വലുത്? അത് 9ാം പദമാണ് വലുത്. അതിന്റെ നമ്പർ എത്ര? 66. അതിൽ നിന്ന് എത്ര? നമ്മുടെ 5ാം പദത്തിന്റെ എത്ര? 5ാം പദം എന്ന് പറഞ്ഞാൽ 38 ആണ്. 38 കുറയ്ക്കുക. അത് നമ്മൾ ഡിഫറൻസ് എടുക്കുക. താഴെ 9ാം പദം 9 വലിയ സംഖ്യ എടുക്കുക. താഴെ 5ാം പദം 5 മൈനസ് ചെയ്യുക. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 28 എന്ന് കിട്ടി. 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. ഈ കിട്ടിയതാണ് നമ്മളുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. നമുക്ക് വേണ്ടത് 25ാമത്തെ പദമാണ്. 25ാമത്തെ പദം 25ാമത്തെ പദം വേണമെങ്കിൽ 9ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 16 വട്ടം കൂട്ടിയാൽ മതി. 1ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 1 വട്ടം കൂട്ടുമ്പോൾ 2, 2 വട്ടം കൂട്ടുമ്പോൾ 3. അതേപോലെ 9ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 16 പ്രാവശ്യം കൂട്ടുമ്പോൾ നമുക്ക് 25ാമത്തെ പദം കിട്ടും. അപ്പൊ നമ്മുടെ 25ാം പദം എന്ന് പറയുന്നത് എത്ര? 9ാം പദം പ്ലസ് കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം? 16 പ്രാവശ്യം. 16 ഡി ആണ്. അപ്പൊ 9ാം പദം ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 66 പ്ലസ് 16 ഇൻറ്റു ഡി. കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ 7 ആണല്ലോ. ഇത് ഗുണിക്കുമ്പോൾ 66 പ്ലസ് ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും 112 എന്ന് കിട്ടും. ഇത് പ്ലസ് ചെയ്യുമ്പോൾ 178 എന്ന് കിട്ടും. നമ്മളുടെ 25ാമത്തെ പദം 178 ആണ്. ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാം സ്കൂൾ ടെക്സ്റ്റിനകത്തെ ക്വസ്റ്റ്യൻസ് അല്ല. കുറച്ചല്ലാത്ത അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലാത്ത ചെയ്തിട്ടുണ്ട്. രണ്ടുകൂടെ മിക്സ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. സമാന്തര ശ്രേണി 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ ഈ 8ാം ക്ലാസ്സിൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിന്റെ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആകും എന്നായിരുന്നു 8ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 8ാം ക്ലാസ്സിൽ സ്കൂൾ ടെക്സ്റ്റിനകത്ത് പറയുന്നതാണ് ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിന്റെ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആകും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എങ്കിൽ ഞങ്ങൾ എത്ര പേർ എന്ന് ചോദിക്കുന്നത് പോലെ ഇവിടെ അതിനെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 10ാം ക്ലാസ്സിലെ അരിത്മെറ്റിക് പ്രോഗ്രഷനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു എണ്ണൽ സംഖ്യയാകും എന്നാണ് പറയുന്നത്. ഒരു എണ്ണൽ സംഖ്യയാവും. എന്നിട്ട് അവിടെ എന്താണ്? 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 2 അല്ല, ഇവിടെ 4 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. PSC 2 ചോദ്യം ചോദിക്കാനാണ് സാധ്യത. ഇവിടെ 4 ചോദ്യം എന്ന് വെച്ചാൽ പക്ഷികളുടെ എണ്ണമാകാവുന്ന സംഖ്യകൾ വലിപ്പക്രമത്തിൽ എഴുതിയാൽ
ഇതിൽ ഓരോ സംഖ്യയാകുമ്പോഴും പക്ഷികളുടെ തുകയാകാവുന്ന ക്രമത സംഖ്യകളുടെ ഈ രണ്ട് ശ്രേണിയുടെയും ബീജഗണിത രൂപം എഴുതുക. ഈ രണ്ട് ശ്രേണിയുടെയും ബീജഗണിത രൂപം എഴുതുക. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എന്നറിയാം. ഞങ്ങൾ ഈ പക്ഷികളുടെ എണ്ണമായ ഞങ്ങൾ എന്നെടുത്ത് എക്സ് എന്ന് എടുക്കണം. ഞങ്ങൾ എന്ന് പറയുന്ന എക്സ്. ഞങ്ങളോളവും ഓക്കെ, ഞങ്ങളോളം വെച്ചാൽ വീണ്ടും എക്സ്. ഞങ്ങളിൽ പകുതി എന്ന് വെച്ചാൽ എക്സിന്റെ പകുതി x/2. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? x/4 ആണ്. x/2ന്റെ പകുതി മനസ്സിലായല്ല, x/4 ആണ്. ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിന്റെ പകുതിയും ഒന്നും കൂടെ ചേർന്നാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു എണ്ണൽ സംഖ്യ. മനസ്സിലായല്ലോ? എണ്ണൽ സംഖ്യയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും കാര്യമല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞ എക്സ് ആണ്, ഞങ്ങളോളം എക്സ് ആണ്. ഞങ്ങളിൽ പകുതി എന്ന് പറയുന്നത് x/2, അതിന്റെ പകുതി x/4 പ്ലസ് 1 ഇവിടെ ചേർക്കുമ്പോൾ എത്ര ആവും? അതൊരു എണ്ണൽ സംഖ്യ ആവുമെന്നാണ് പറയുന്നത്. എങ്കിൽ ഞങ്ങളാവുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്തു നോക്കാം. ഇതെങ്ങനെയാണ് ഈ ബീജഗണിത രൂപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പക്ഷികളുടെ എണ്ണമാകാവുന്നതും പക്ഷികളുടെ എണ്ണങ്ങളുടെ കൂട്ടമാകാവുന്നതുമായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷികളുടെ എണ്ണമാകാവുന്നത്. ഓക്കെ, യെസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെയ്യുന്ന x/2 x/4 പ്ലസ് 1, ആ പ്ലസ് 1 അവിടെ നിൽക്കട്ടെ. പ്ലസ് 1 നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്ലസ് 1 അവിടെ നിന്നോട്ടെ. ബാക്കിയുള്ള സംഖ്യകളെല്ലാം അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ആഡ് ചെയ്യാം. കണ്ടോ, ഇതിന്റെ താഴെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഛേദങ്ങൾ 4, 1 1 2 4 ആണ്. അപ്പോൾ ഈ 1ന്റെയും 2ന്റെയും 4ന്റെയും എൽസിയം കാണാം. നമുക്ക് നോക്കാം. 1ന്റെയും 2ന്റെയും 4ന്റെയും എൽസിയം കാണാം. 1, 1, 2, 4. ഇവയുടെ എൽസിയം എന്ന് പറയുന്നത് 4 ആണ്. ഇവയുടെ എൽസിയം 4 ആണ്. കാര്യം എന്താ? തന്നിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ 4 ആണ്. തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ 4 ആണ്. ഈ 4നെ മറ്റുള്ള ചെറിയ സംഖ്യകൾ ഏതൊക്കെയാണോ അതുകൊണ്ടെല്ലാം പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ തന്നെ ആയിരിക്കും എൽസിയം എന്ന് ഞാൻ എൽസിയം എന്ന് പറയുന്ന ടോപ്പിക്ക് എടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കയറി നോക്കിയാൽ മതി. അതിനകത്ത് വീഡിയോക്കകത്ത് കിടപ്പുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് എൽസിയം എങ്ങനെയാ കാണുന്നതെന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മൾ ബേസ് തൊട്ട് ക്ലാസ് എടുത്ത് തുടങ്ങിയതിനകത്ത് അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എൽസിയം 4 കിട്ടും. അപ്പം നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഈ എക്സിനെ ഈ എക്സ് ബൈ ഈ താഴത്തെ 1 എന്ന് പറയുന്നത് 4 ആവണം. 1 4 ആവണം. എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. ഈ 1 4 ആവണമെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണം. താഴെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നോ അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. ഇവിടെ ഈ 1 4 ആവണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? ഈ 1 4 ആവണമെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണം. അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. പ്ലസ് എക്സ് ബൈ ഈ 1 4 ആവണമെങ്കിൽ ഈ താഴത്തെ ഈ 1 4 ആവണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അതേ 4 കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. പ്ലസ് അടുത്തത് x/2. ഈ 2 4 ആവണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. പ്ലസ് x/4. അപ്പൊ നോക്കണം, x/4 എന്ന് പറയുമ്പോൾ ഈ 4 4 ആക്കേണ്ട കാര്യമില്ല. ഈ 2 4 ആക്കാൻ 2 കൊണ്ട് ഗുണിച്ച് അതേ സംഖ്യ മേളിൽ 4 ഇനി നമുക്കൊന്നും ചെയ്യേണ്ട, അത് അതേപോലെ ഇടാം. പ്ലസ് 1. ആ പ്ലസ് 1 അവിടെ നിന്നോട്ടെ. ബാക്കിയുള്ള ഈ ഭാഗം നോക്കിയേ. 4 ഗുണം x എന്ന് വെച്ചാൽ 4x ഡിവൈഡഡ് ബൈ 4 പ്ലസ് 4 ഗുണം x 4x ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഗുണം x 2x ഡിവൈഡഡ് ബൈ 2 × 2 4 പ്ലസ് x/4 എന്ന് എഴുതും. പ്ലസ് 1 എന്ന് എഴുതും. ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം. ഇവിടുത്തെ എല്ലാം ഛേദങ്ങൾ 4 അല്ലേ? പൊതുവായിട്ട് ഛേദമായ 4 എടുക്കാം. പൊതുവായിട്ടൊരു ഛേദമായ 4 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന അംശങ്ങളെല്ലാം കൂടെ കൂട്ടാം. ഇവിടെയും 4, ഇവിടെയും 4, ഇവിടെയും 4. ഇവിടെ ഛേദങ്ങൾ തുല്യമാണെങ്കിൽ പൊതുവായിട്ട് ഛേദമെടുത്ത അംശമായ 4x പ്ലസ് 2x പ്ലസ് x എന്നിട്ട് താഴെ എന്താണ്? പ്ലസ് 1 കൊടുക്കാം. പ്ലസ് 1. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ 4x കൊടുക്കുമ്പോൾ 8x 2x കൊടുക്കുമ്പോൾ 10x ഒന്നുകൂടെ കൂടുമ്പോൾ 11x ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1. ഇങ്ങനെ കിട്ടും നമുക്ക് 11x ബൈ 4 പ്ലസ് 1 എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ ആയാൽ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോണോ, അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം
എക്സിന് ഏത് വില ഇട്ട് കൊടുക്കുമ്പോഴാണ് അതൊരു എണ്ണൽ സംഖ്യ ആവുന്നത് നോക്കണം. എക്സിനോ ഏത് വില ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് ചെയ്യാം നോക്കണം. ഓക്കെ നമുക്ക് പറയണ്ടേ 11x പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ 11x/4 + 1 ആണ്. ഓക്കെ, നമുക്ക് എക്സിന് ഞാൻ 1 എന്ന വില കൊടുത്താൽ 11 ഗുണം 1 11/4 + 1 എന്ന് പറയുമ്പോൾ 11/4 + 1. ഈ 11നെ 4 വെച്ച് ഹരിച്ചാൽ പോയിന്റ് വരും. ഇനി 11/4 ഇൻറ്റു എക്സിന് ഞാൻ 2 എന്ന വില കൊടുത്താൽ 22നെ 4 വെച്ച് ഹരിച്ചാലും പോയിന്റ് വരും. അതിന് എന്താണ് 11ന് ഞാൻ 3 എന്ന വില കൊടുത്താലും 33 4 വെച്ച് ഹരിച്ചാലും പോയിന്റ് വരും. അപ്പോൾ 4 വെച്ച് ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ ആയിരിക്കണം മേളിൽ വരേണ്ടത്. അപ്പോൾ ആദ്യ സംഖ്യ 11ന് ഞാൻ 4 കൊടുത്തു. 11 ഇൻറ്റു എക്സിന്റെ വാല്യൂ ഞാൻ 4 കൊടുത്തു ഡിവൈഡഡ് ബൈ 4 + 1. അപ്പൊ ഈ 4 വെട്ടിപ്പോ 11 + 1 = 12. ഈ 12 എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ്. 12 എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യ. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് 12 ഒരു എണ്ണൽ സംഖ്യ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കിട്ടുമ്പോൾ ഒരു എണ്ണൽ സംഖ്യ കിട്ടുന്നു. ബാക്കി എല്ലാ സംഖ്യ വെച്ച് ചെയ്തപ്പോഴും നമുക്ക് പോയിന്റ് ആണ് വന്നത്. പോയിന്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്നേരം അങ്ങനെ ചെയ്യരുത്. എണ്ണൽ സംഖ്യ കിട്ടണമെന്നുണ്ട് എങ്കിൽ എന്താണ് 4 തന്നെ വരണം. ഇനി അപ്പോൾ പക്ഷികൾ അടുത്ത ഈ 4ന്റെ അടുത്ത് 5 ഇട്ട് കൊടുത്താൽ 5നെ 4 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല, പോയിന്റ് വരും. 6 ഇട്ട് കൊടുത്താലും പോയിന്റ് വരും. 7 ഇട്ട് കൊടുത്താലും പോയിന്റ് വരും. കാരണം 11 ഗുണം 7 77 ഹരിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത 8 ഇട്ട് കൊടുത്താൽ 11 ഗുണം 8 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ആണെങ്കിൽ 1 4 4 24 8 ഇവിടെ കിട്ടും 22 പ്ലസ് 1 സമയത്ത് കിട്ടും 23. അപ്പൊ പക്ഷികളുടെ എണ്ണമാകാനുള്ള സാധ്യത ഏതൊക്കെയാ? പക്ഷികളുടെ എണ്ണമാകാനുള്ള സാധ്യതകൾ ഞാൻ ഇട്ട് എഴുതുക. പക്ഷികളുടെ എണ്ണമാകാനുള്ള സാധ്യത 4. പിന്നെ അടുത്ത വരുന്ന എത്ര? 8. അടുത്ത എത്ര വരും? 12. അടുത്ത എത്ര വരും? 16 എക്സെട്ര. ഇതാണ് പക്ഷികളുടെ എണ്ണമാകാവുന്ന ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് പക്ഷികളുടെ എണ്ണമാകാവുന്ന സംഖ്യ വലിപ്പക്രമത്തിൽ എഴുതുക. 4 8 12. രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പക്ഷികളുടെ എണ്ണത്തിലെ ഓരോ സംഖ്യയാകുമ്പോഴും പക്ഷി പറഞ്ഞ തുകയാകാവുന്ന ക്രമം. അപ്പൊ 4 പക്ഷികളാകുമ്പോൾ നമുക്ക് കിട്ടിയത് എന്തുവാ? 12 ആണ്. 4 പക്ഷികളാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് തുക 12 ആണ്. അടുത്ത 8 പക്ഷികൾ വന്നപ്പോൾ നമുക്ക് കിട്ടിയ തുക എത്ര? 23 ആണ്. 23 മനസ്സിലായല്ലോ. അടുത്ത എത്ര വരും? 34 വരും. 34. കാര്യം ഇവിടെ 11 വീതം കൂടിയാണ് പോകുന്നത്. ഓക്കെ 11 വീതം കൂടി പോകുന്ന ശ്രേണി കിട്ടും. അപ്പൊ എന്താ ഈ ആദ്യത്തെ 2 ചോദ്യത്തിന്റെ ആൻസർ കിട്ടി. പക്ഷികളുടെ എണ്ണമാകാവുന്ന ശ്രേണിയുടെയും പക്ഷികളുടെ തുകയാകാവുന്ന ശ്രേണികളുടെയും വലിപ്പക്രമത്തിൽ എഴുതിയപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും PSC ചോദിക്കത്തില്ല. പക്ഷെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. PSC ചോദിക്കുന്നത് താഴെ കൊണ്ടോ ഈ 2 ശ്രേണികളുടെയും ബീജഗണിത രൂപം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് PSC ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ആദ്യം എന്താണ് പക്ഷികളുടെ എണ്ണമാകാവുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ പോവാ. പക്ഷികളുടെ എണ്ണമാകാവുന്ന ശ്രേണിയുടെ ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. പക്ഷികളുടെ പക്ഷികൾ എത്രയൊക്കെയാ? 4, 8, 12, 16 എക്സെട്ര ഇങ്ങനെ പോകുന്ന ശ്രേണിയാ. അപ്പൊ ഇവിടെ ആദ്യ ബീജഗണിതം എഴുതുമ്പോൾ ആദ്യ പദം എഴുതണം. ആദ്യ പദം എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതും 4 ആണ്. കാര്യം എന്താ? ഒരു സംഖ്യയിൽ നിന്ന് അതിന് തൊട്ട് മുന്നിലത്തെ പദം കുറയ്ക്കണം. എങ്ങനെയാണ് പൊതു വ്യത്യാസം കിട്ടുന്നത്? ഒരു സംഖ്യയിൽ നിന്ന് അതിന് തൊട്ട്. അപ്പൊ 8ൽ നിന്ന് 4 കുറച്ചാൽ 4, അല്ലെങ്കിൽ 12ൽ നിന്ന് 8 കുറച്ചാൽ 4, അല്ലെങ്കിൽ 16ൽ നിന്ന് 12 കുറച്ചാൽ 4. അപ്പൊ പൊതു വ്യത്യാസം 4. ആദ്യ പദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം ആദ്യം 4 ആണല്ലോ, അതാണ് ആദ്യ പദം A. പൊതു വ്യത്യാസം D. ഓക്കെ ആണല്ലോ. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? ഇതിവിടെ എന്നാം പദം കണ്ടുപിടിക്കുക. ലിക്കേഷൻ എന്ന് വെച്ചാൽ A + n-1 × D ആണ്. A + n-1 × D എന്താണ്? A + n-1 × D. എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 4 കൊടുക്കാം. പ്ലസ് n നമുക്കറിയത്തില്ല n-1 × D. D എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. D എന്ന് പറയുന്നത് 4 കൊടുക്കാം. ക്ലിയർ ആണല്ലോ. പൊതു വ്യത്യാസം 4. അപ്പൊ നോക്കാം. 4 പ്ലസ് 4 ഗുണം n 4n മൈനസ് 1 ഗുണം 4 4. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇവിടെ എന്തുണ്ട്? ഒരു +4 കിടപ്പുണ്ട്, ഇവിടെ ഒരു -4 കിടപ്പുണ്ട്. അപ്പൊ എന്തുവാ? 4 - 4 + 4n എന്ന് കിട്ടും. 4ൽ നിന്ന് 4 കുറച്ചാൽ 0 കിട്ടും.
ബാലൻസ് എന്താണ് 4n ആണ് 4n. അപ്പോൾ മനസ്സിലായല്ലോ ഇവയുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവെ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് പക്ഷികളുടെ എണ്ണമാകാവുന്ന, ശ്രദ്ധിച്ചോണം, പക്ഷികളുടെ എണ്ണമാകാവുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് 4n ആണ്. ക്ലിയർ ആവുന്നല്ലോ. ഇനി രണ്ടാമത് ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യം നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ എഴുതിയത്. രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പക്ഷികളുടെ കൂട്ടമാകാവുന്ന, പക്ഷികളുടെ തുകയാകാവുന്ന ശ്രേണിയുടെ, അപ്പൊ പക്ഷിയുടെ തുകയാവുന്ന എത്ര? 12 ഉണ്ട്, 23, 34 എക്സെട്ര. ഇതാണ് പക്ഷികളുടെ കൂട്ടമാകാവുന്ന ശ്രേണി. അപ്പൊ നമുക്ക് നോക്കാം, പക്ഷികളുടെ കൂട്ടമാകാവുന്ന ശ്രേണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? എന്ന് വെച്ചാൽ a+n-1 × d. ഇതിന്റെ ബീജഗണിത രൂപമാണ് എഴുതാൻ പോകുന്നത്. ഇതിൽ a എന്ന് പറഞ്ഞാൽ ആദ്യ പദം 12 ആണ്. ഇവിടുത്തെ d പൊതു വ്യത്യാസം എന്ന് വെച്ചാൽ എത്ര? 23-ൽ നിന്ന് എത്ര കുറയ്ക്കണം? 12 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യ പദവും കിട്ടി, പൊതു വ്യത്യാസവും കിട്ടി. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യ പദം എന്ന് പറയുന്നത് 12 പ്ലസ് n-1 × d എന്ന് പറയുന്നത് പൊതു വ്യത്യാസം 11 ആണ്. ഓക്കെ, നോക്കാം. 12 പ്ലസ് ഈ 11 അകത്തേറ്റ് കുടിക്കണം. 11 ഗുണം n എന്ന് വെച്ചാൽ 11n മൈനസ് 1 ഗുണം 11 11 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് എഴുതാം? 12 മൈനസ് 11, ഈ സംഖ്യകളെല്ലാം കുറയ്ക്കാം, പ്ലസ് 11 എന്ന് എഴുതാം. 12ൽ നിന്ന് 11 കുറച്ച് ഇട്ടോടോ 1 കിട്ടും. 1 പ്ലസ് 11 എന്ന് ഇട്ടാം. 1 പ്ലസ് 11 ശ്രേണി കാണാനുള്ള ഒരു ലുക്കിന് വേണ്ടി ഞാൻ 11 ആദ്യം എഴുതുക. 11 ആദ്യം എഴുതി, പ്ലസ് 1 രണ്ടാമത് എഴുതി. ഇതിന്റെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ 11n+1 ആണ്. ഈ രണ്ട് ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം PSC ചോദിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? രണ്ടെണ്ണത്തിൽ ചോദിക്കാൻ, ഈ രണ്ടെണ്ണമാണ് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നോക്കിയേ. ചിത്രത്തിൽ ഒരു ക്ലോക്കിലെ 1,4,8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ചൊരു ത്രികോണം വരച്ചിരിക്കുന്നു. ചിത്രത്തിൽ ഒരു ക്ലോക്കിലെ 1,4,8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ചൊരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായി. നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകാൻ പോവാ. ക്ലോക്ക് എന്ന് വെച്ചാൽ എപ്പോഴും ഏതാകൃതിയിലാന്ന് വെച്ചാൽ വൃത്താകൃതിയിലായിരിക്കും. ക്ലോക്ക് എപ്പോഴും ഏതാകൃതിയിലാണ്? വൃത്താകൃതിയിലാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? വൃത്തത്തിന്റെ ആകെ ഡിഗ്രി, ടോട്ടൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360 ആണ്, 360 ഡിഗ്രിയാണ്. മൊത്ത ഡിഗ്രി എന്ന് പറഞ്ഞത് 360 ഡിഗ്രിയാണ് വൃത്തത്തിന്റെ മൊത്ത ഡിഗ്രി. ക്ലോക്കിലെ ആകെ ഡിഗ്രി 360 ഡിഗ്രിയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഓരോ 5 മിനിറ്റും എന്ന് പറയുന്നത് 30 ഡിഗ്രിയാ. ഓരോ 5 മിനിറ്റും എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രിയാ. 30 60 കണ്ടതുണ്ട്. ഇത് 30 90 120 150 180 210 240 270 300 330 360 ഡിഗ്രി ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ സംഖ്യകൾ യോജിപ്പിച്ച് വെച്ചേക്കുന്ന 1 4 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഈ ത്രികോണം കണ്ടല്ലോ, ത്രികോണത്തിന്റെ കോണുകൾ എത്ര? നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. ഞാൻ ഇത്രയും കാര്യം പറയുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞ വൃത്തത്തിലെ ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞൊരു തിയറൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. വൃത്തത്തിലെ ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആണോ അതിന്റെ പകുതിയായിരിക്കും അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്നത്. ഒറ്റ കാര്യം, നിങ്ങൾ അത്രയൊന്നും ചിന്തിക്കേണ്ട. ഒറ്റ കാര്യം, ഇത് ഇവിടെ നിന്നിട്ട് എത്ര ഡിഗ്രി ഉണ്ടോ നോക്കിയേ? 30 60 90 120 150. ഓക്കെ, ഇവിടുത്തെ കോണുണ്ട് 30 60 90 120 150. ഇവിടെ എല്ലാവരുടെ കൂടുമ്പോൾ 150 കിട്ടിയില്ലയോടോ? ആ 150ന്റെ പകുതി ആയിരിക്കണം അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോൺ. ഈ 150ന്റെ പകുതി ആയിരിക്കും ഓപ്പോസിറ്റ്. 150ന്റെ പകുതി എത്ര? 75 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇതാ ഇവിടെ നോക്കിയേ, 30 60 90 120 കിട്ടിയല്ലോ. ഇവിടുത്തെ കോൺ എന്ന് വെച്ചാൽ 120 ഡിഗ്രി കിട്ടിയില്ലയോ? ഈ 120ന്റെ പകുതിയായ 60 ആയിരിക്കും അതിന് ഓപ്പോസിറ്റ് വരുന്ന കോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി മൂന്നാമത്തെ ചോദ്യം,
മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യം മൂന്നാമത്തെ കോണ് കേട്ടെ, ഇവിടെ നോക്കിയേ 30,60,90. ഈ 90ന്റെ പകുതി എത്രയാണ്? 45 ഡിഗ്രി ആയിരിക്കും അതിന് ഓപ്പോസിറ്റ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 45 ഡിഗ്രിയാണ്. മനസ്സിലായോ? അപ്പൊ കോണുകൾ എത്രയൊക്കെ വന്ന്? 60 വന്ന്, 45 വന്ന്, 75 വന്ന്. മനസ്സിലായല്ലോ? ഓക്കെ. 120ഉം 60ഉം 180. വൃത്തത്തിലെ മൊത്തം ഡിഗ്രി ത്രികോണത്തിലെ മൊത്തം ഡിഗ്രി എന്ന് വെച്ചാൽ 180 ഡിഗ്രി. നമ്മൾ 180 കിട്ടി. കറക്റ്റ് ആണ്. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഡിഗ്രി എത്ര ആണോ അതിന്റെ പകുതി എടുത്ത് എഴുതിയാൽ മതി. അതിന്റെ പകുതി ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഇതിന്റെ പകുതി എടുത്ത് എഴുതിയാൽ മതി. ഇത്ര ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി എന്താ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങ് ക്ലിയർ ചെയ്യുവാണേ. ഓക്കെ. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാം? സമഭുജ ത്രികോണങ്ങൾ എത്ര എണ്ണം വരയ്ക്കാം എന്ന് ചോദിച്ചാൽ, സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്റർ ട്രയാങ്കിൾ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിട്ടുള്ള ത്രികോണമായിരിക്കണം സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമാകണമെന്നുണ്ട് എങ്കിൽ ത്രികോണത്തിനകത്തുള്ള കോണുകൾ, സമഭുജ ത്രികോണത്തിന്റെ കോണുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കോണും 60 ഡിഗ്രി ആയിരിക്കും. എല്ലാ കോണും 60 ആയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 60. നമ്മൾ ഇപ്പൊ പറഞ്ഞ കൺസെപ്റ്റ് തിരിച്ചു ചിന്തിച്ചേ. അകത്ത് കോൺ 60 വരണമെങ്കിൽ പുറത്ത് കോൺ 120 വരണ്ടായോ? അകത്തെ കോൺ നോക്കിയേ ഇവിടെ 30, 60, 90, 120. ഇവിടുത്തെ കോൺ മൊത്തം 30, 60, 90, 100. അപ്പൊ ഇത് 120 വരുമ്പോഴാണ് ഇതിന്റെ അകത്തെ കോൺ എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? അതിന് ഓപ്പോസിറ്റ് വരുന്ന കോൺ 60 ഡിഗ്രി വരുന്നത്. മനസ്സിലായോ? 30, 60, 90, 120 വരുമ്പോൾ അതിന് ഓപ്പോസിറ്റ് 60 ഡിഗ്രി വന്നു. ഇതേ കൺസെപ്റ്റ് ശ്രദ്ധിച്ചോണം. ഇതേ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതേ സെയിം കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോവാ. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചോണം. ഇതേ സെയിം കൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളിൽ കോണുകളെല്ലാം 60 ഡിഗ്രി വീതം വരണമെന്നുണ്ട് എങ്കിൽ ഇതാണ്ട് ഇവിടെ തരിക്കണം 30, 60, 90, 120 ഒക്കെയാണല്ലോ. അപ്പൊ ഈ രണ്ട് കോളത്തിൽ വരും. ഇനി ഇവിടെ നോക്കിയേ 30, 60, 90 അപ്പൊ 120 വരണം, ഇവിടെ വരണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ വരകൾ തമ്മിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ യോജിപ്പിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അടുത്ത എത്ര? 30, 60. ഇത് 30 ആണ്, 60, 90, 120. അപ്പൊ ഇത് ഓക്കെയാണ്. അപ്പൊ അതാണ്ട് ഇങ്ങനെ യോജിപ്പിക്കണം. അതാണ്ട് ഞാൻ ഈ വരച്ച് യോജിപ്പിച്ചേക്കുന്ന ഇത് ഒരെണ്ണം ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യണം? അടുത്ത ഒന്നിൽ നിന്ന് തുടങ്ങണം. ഒന്നിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 4 ഇവിടെ വന്ന് നേരത്തേക്ക് ഇപ്പൊ അത് 5 കൊണ്ടുവരണം. 5 ഇവിടെ നമ്മൾ 8 അവസാനിപ്പിച്ചു, അത് അടുത്തോടെ 9 കൊണ്ടുവരണം. മനസ്സിലായല്ലോ? ഒരെണ്ണം അങ്ങോട്ട് മാറ്റിയാൽ മതി. കണ്ടേ? ഇനി വീണ്ടും നമ്മൾ എത്ര? 1 തന്നെ കൊണ്ട് മുട്ടിക്കണം. ഇപ്പൊ തന്നെ 2 എണ്ണമായി. ഓക്കെ. അടുത്തത് ഈ 1 ആണ്. അടുത്ത 2 നിന്ന് തുടങ്ങണം. 2 നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ 5 നേരത്തെ അവസാനിപ്പിച്ചത്, ഇത് കൊണ്ടുവന്ന് 6 അവസാനിപ്പിക്കണം. ഇവിടെ നേരത്തെ നമ്മൾ 9 അവസാനിപ്പിച്ചത്, ഇത് 10 അവസാനിപ്പിക്കണം. 10 അവസാനിപ്പിച്ചു. ഇത് തമ്മിൽ യോജിപ്പിച്ചു. ഇപ്പൊ എത്ര എണ്ണമായി? 3 എണ്ണമായി. അടുത്ത ഈ 2 എന്നുള്ളത് അടുത്ത 3 നിന്ന് തുടങ്ങണം. ഇപ്പൊ 6 എന്നുള്ളത് 7 കൊണ്ടുവരണം. 10 എന്നുള്ളത് 11 കൊണ്ടുവരണം. മനസ്സിലായല്ലോ? ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പൊ എത്ര എണ്ണമായി? 1, 2, 3, 4 ഈ 4 എണ്ണമേ കിട്ടത്തുള്ളൂ. ഇനി ഇതിന് റിപ്പീറ്റ് ചെയ്ത് റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 4 എണ്ണമേ ഇതിനകത്ത് എന്താ വരയ്ക്കാൻ പറ്റത്തുള്ളൂ? ഇക്വിലാറ്റർ ട്രയാങ്കിൾ 4 എണ്ണേ നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. യെസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. ഇത് 10ാം ക്ലാസ്സിലെ ഏതാണ്? സാധ്യതയുടെ ഗണിതം എന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റി. മനസ്സിലായല്ലോ? അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, 2 ക്വസ്റ്റ്യനകത്തുണ്ട്. ഞാനൊരു 2 അല്ല 3 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് അതെല്ലാം അവിടെ അങ്ങ് ചെയ്യാം. ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളും, മറ്റൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളും. മനസ്സിലായല്ലോ? ഓക്കെ. ആദ്യത്തെ സഞ്ചിയിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എത്രയാണ്? രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് ഒരു പന്തെടുത്താലോ? 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എത്ര? ക്വസ്റ്റ്യൻ കണ്ടല്ലോ.
3 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുള്ളത്. ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് 3 എണ്ണോടൊക്കെ വെച്ചങ്ങ് ചെയ്യുക. ഓക്കെ, യെസ്. നമ്മൾ നോക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരെണ്ണത്തിനകത്ത് ഉള്ള പന്തുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 ചുവന്ന പന്തുകൾ. അപ്പൊ എന്തുവാ, റെഡ് ബോൾസിന്റെ എണ്ണം എന്ന് വെച്ചാൽ 3 ആണ്. അതേപോലെ തന്നെ പച്ച 7 പച്ച പന്തുകളൊന്നുണ്ടല്ലോ, അപ്പൊ ഗ്രീൻ ബോൾസിന്റെ എണ്ണം 7 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ സഞ്ചിയിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? ആദ്യത്തെ സഞ്ചിയിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ മൊത്തം ഇവിടെ എത്ര പന്തുകളുണ്ട്? 3 + 7 = 10 പന്തുകളുണ്ട് ആണല്ലോ. മൊത്തത്തിൽ 10 പന്തുകളാണ് ഉള്ളത്. ഈ 10 പന്തിൽ ചുവന്നതിന്റെ സാധ്യത എത്ര? ചുവന്ന എത്ര പന്തുകളുണ്ട്? 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ റെഡ് ആകാനുള്ള സാധ്യത എത്രയാണ്? 10ൽ 3 സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഇനി റെഡിന് പകരം ഗ്രീൻ ആണ് നമ്മളോട് ചോദിച്ചെങ്കിൽ മൊത്തം നമ്മുടെ കയ്യിൽ എത്ര പന്തുണ്ട്? 10 പന്തുണ്ട്. അതിൽ ഗ്രീൻ എത്ര? 7 എണ്ണമാണ്. അപ്പൊ അത് ഗ്രീൻ ആവാനുള്ള സാധ്യത 7 ആണ്. 10ൽ 7 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിനകത്ത് വരുമ്പോൾ അവിടെ ഉള്ളത് 8 ചുവന്ന പന്തുകളാണ്. അപ്പൊ റെഡ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അതേപോലെ തന്നെ 7 പച്ച പന്തുകൾ, ഗ്രീൻ എന്ന് പറയുന്നത് 7 എണ്ണമാണ്. ഗ്രീൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ മൊത്തം എത്ര പന്തുണ്ട് എന്ന് വെച്ചാൽ 8 + 7 = 15 പന്ത്. 15 പന്താണ്. 15 പന്തുകളാണ് ഉള്ളത്. മൊത്തത്തിൽ എത്ര? 15 പന്ത്. ഓക്കെ, 15 പന്തിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് 15 പന്ത്, മൊത്തത്തിൽ 15 പന്താണ് ഉള്ളത്. ഈ 15 പന്തിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? അത് ഏത് പന്താകാനുള്ള സാധ്യതയാണ്? ചുവന്ന പന്ത്. രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താലോ ചുവന്ന പന്താകാനുള്ള സാധ്യത എന്ന് പറയുന്നത് റെഡ്. രണ്ടാമത്തെ സഞ്ചിയിൽ റെഡ് ഉള്ളത് 8 എണ്ണമാണ്. 8/15 ആണ്. എന്താണ്? 8/15. രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് ഒരു പന്ത് എടുത്താൽ അത് ചുവന്ന പന്താകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 8/15 ആണ്. ഗ്രീൻ ആവാനുള്ള സാധ്യത എന്ന് വെച്ചാൽ മൊത്തം 15 പന്ത് അല്ലയോ, അതിൽ ഗ്രീൻ എത്ര എണ്ണേ ഉള്ളൂ? 7 എണ്ണവേ ഉള്ളൂ. 7/15 ആണ്. 7/15. ക്ലിയർ ആവുന്നുണ്ടല്ലോ? മൂന്നാമത്തെ ചോദ്യം നോക്കാം. രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി. രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി. അപ്പൊ നോക്കാം, ഒന്നാമത്തെ സഞ്ചിയിലുള്ള റെഡ് ബോൾ എന്ന് പറയുന്നത് എത്രയാണ്? റെഡ് ബോൾ 3. രണ്ടാമത്തെ സഞ്ചിയിലുള്ളത് റെഡ് ബോൾ എത്രയാണ്? 8 ആണല്ലോ. 8. അപ്പൊ മൊത്തോടെ കൂട്ട 8 3 11 ബോളാണ് റെഡ് മൊത്തത്തിലുള്ളത്. ആദ്യത്തെ സഞ്ചിയിലുള്ള ഗ്രീൻ എത്ര? ഗ്രീൻ എന്ന് പറയുന്നത് 7 ആണ്. 7. രണ്ടാമത്തേനകത്ത് എത്ര? രണ്ടിനകത്തും 7 ആണ്. 7 കൂടുമ്പോൾ 14. ഇപ്പൊ മൊത്തത്തിൽ എത്ര ബോൾ ഉണ്ട്? രണ്ട് സഞ്ചിയിലും കൂടെ മൊത്തത്തിൽ എന്താ? റെഡ് എല്ലാം കൂടെ 11 ബോൾ ഉണ്ട്. ഗ്രീൻ എല്ലാം കൂടെ 14 ബോൾ ഉണ്ട്. മൊത്തത്തിൽ എത്ര ബോൾ ഉണ്ട്? 25 ബോളാണ് മൊത്തത്തിലുള്ളത്. മൊത്തത്തിൽ എത്ര ബോൾ ഉണ്ട്? 25. ഓക്കെ, 25 ബോളാണ് മൊത്തത്തിലുള്ളത്. ഈ 25 ബോളിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ രണ്ട് പന്തിൽ നിന്ന് നമ്മൾ ഏതെടുക്കുന്നു? ഏതാ ചോദിച്ചാൽ രണ്ടെണ്ണത്തിൽ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു സഞ്ചിയിൽ ഇട്ടു. ഈ രണ്ട് ബോളും കൂടെ ഒരുമിച്ച് ഒരു സഞ്ചിയിൽ ഇട്ടതിന് ശേഷം അതിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് ഏത് ആകാനുള്ള സാധ്യത? ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുവപ്പാവാനുള്ള സാധ്യത എത്രയെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ 25 പന്താണുള്ളത്. ക്ലിയർ അല്ലയോളൂ? മൊത്തത്തിൽ നമ്മുടെ 25 പന്ത് ഉണ്ട് ആ സഞ്ചിയിൽ. കാര്യം എന്താ? രണ്ട് സഞ്ചിയിലൂടെ പന്ത്. അതിൽ റെഡ് എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണമാണ്. അപ്പൊ 25ൽ 11 എണ്ണമാണ് എന്താവാനുള്ള സാധ്യത? റെഡ് ആവാനുള്ള സാധ്യത 25ൽ 11 ആണ്. ഇനി അവിടെ ചോദിക്കുന്നത് ഗ്രീൻ ആണെങ്കിൽ മൊത്തത്തിൽ എത്ര പന്തുണ്ട്? 25 പന്തുണ്ട്. അതിൽ നിന്നും എത്ര ഗ്രീൻ ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. 14. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു ചോദ്യം PSC ചോദിക്കാം. സാധ്യതയുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദിച്ചാൽ നിങ്ങൾ ഇതാണ്. അതാണ് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഒരുപോലെ ചെയ്തു വിട്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതിന്റെ കറക്റ്റ് ചെയ്തിട്ട് തരാം. ഇതും സാധ്യതയുടെ ഗണിതം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സാധ്യതയുടെ ഗണിതം.
നോക്കിയേ, ചുവടെയുള്ള ഓരോ ചിത്രത്തിലും, ഈ രണ്ടെണ്ണം അല്ല, ഒരുപാട് ചിത്രമുണ്ട്, അതിൽ രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ചുവടെയുള്ള ഓരോ ചിത്രത്തിലും പച്ച നിറത്തിലുള്ള ഭാഗത്തിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചിത്രത്തിൽ കണ്ണടച്ചുകൊണ്ട് കുത്തിട്ടാൽ അത് പച്ച ഭാഗത്ത് കൊള്ളാനുള്ള സാധ്യത കണക്കാക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, നോക്കണം. നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ഇവിടെ ഒരു പടം തന്നിട്ടുണ്ട്. ഈ പടം തന്നിട്ടുണ്ട്, മഞ്ഞയുണ്ട്, പച്ചയുണ്ട്. നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ അത് പച്ചക്കകത്ത് കൊള്ളാനുള്ള സാധ്യത എത്ര, അത് മഞ്ഞക്കകത്ത് കൊള്ളാനുള്ള സാധ്യത എത്ര? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ഒരു സമചതുരത്തിന്റെ 4 വശങ്ങളോടും, ഒരു സമചതുരത്തിന്റെ 4 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച സമചതുരം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. മനസ്സിലായല്ലോ? ഒരു സമചതുരത്തിന്റെ 4 മധ്യബിന്ദുക്കളുണ്ട്. ഇത് ഒന്നാമത്തെ മധ്യബിന്ദു, ഇത് രണ്ടാമത്തെ മധ്യബിന്ദു, ഇത് മൂന്നാമത്തെ മധ്യബിന്ദു, ഇത് നാലാമത്തെ മധ്യബിന്ദു. ഈ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച ഒരു സമചതുരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 4 മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച ഒരു സമചതുരം. ഈ സമചതുരത്തിനകത്താണ് നമ്മുടെ ഈ ഗ്രീൻ പച്ച നിൽക്കുന്നത് ഇവിടാണ്. ഇതിൽ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ നിങ്ങൾ ഈ ഗ്രീനകത്ത് കൊള്ളാനുള്ള, ഗ്രീനിൽ കൊള്ളാം, ഗ്രീന് വെളിയായ യെല്ലോയിലും കൊള്ളാം. ഗ്രീനിൽ കൊള്ളാനുള്ള സാധ്യത എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കാണാതെ പഠിച്ചു വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഒരു സമചതുരത്തിന്റെ ഓക്കെ, 4 ഓരോ വശത്തിന്റെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന സമചതുരത്തിന്റെ വിസ്തീർണം എന്നുവെച്ചാൽ ഈ സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് വലിയ സമചതുരത്തിന്റെ വിസ്തീർണത്തിന്റെ പകുതിയായിരിക്കും. അപ്പൊ വലിയ സമചതുരം ഫുള്ളാ, അതിന്റെ പകുതി വിസ്തീർണമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഗ്രീൻ ഭാഗം എന്ന് പറയുന്ന പകുതി. വലിയ സമചതുരത്തിന്റെ പകുതി വിസ്തീർണമേ ഉള്ളൂ ഗ്രീൻ. അപ്പോൾ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ ഈ പച്ചക്കകത്ത് കൊള്ളാനുള്ള സാധ്യത പകുതി മാത്രമേ ഉള്ളൂ. എന്താണ്? പകുതി മാത്രമേ ഉള്ളൂ. കാര്യം എന്താ? ആ പച്ച ഭാഗം ഉൾപ്പെടുന്നത് വലിയ സമചതുരത്തിന്റെ വിസ്തീർണത്തിന്റെ പകുതി ഭാഗമേ ഉള്ളൂ. അപ്പോൾ അതിൽ കണ്ണടച്ചുകൊണ്ട് കുത്തിട്ടാൽ അതിൽ കൊള്ളാനുള്ള സാധ്യത വിസ്തീർണത്തിന്റെ പകുതിയാണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ചോദ്യം. അപ്പൊ എന്താണ്? ഇപ്പൊ ഗ്രീനിന്റെ സാധ്യത വിസ്തീർണത്തിന്റെ അല്ല, വിസ്തീർണം പകുതി ആയതുകൊണ്ട് എന്താണ്? പകുതി സാധ്യതയുള്ളൂ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യമൊന്നുമില്ല. ഇവിടെ നോക്കിയേ, മൂലകളെല്ലാം വൃത്തത്തിലായ സമചതുരം എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. സമചതുരത്തിന്റെ ഈ ഒരു വശത്തിന്റെ നീളം 2 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം പറയുന്നുണ്ട് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. അതായത് വശ നീളം 2 സെന്റിമീറ്റർ. ഓക്കെ, നോക്കട്ടെ. ഇതാണ് സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത്. സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളവും വൃത്തത്തിന്റെ വ്യാസത്തിന്റെ നീളവും തുല്യമായിരിക്കും. സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളവും വൃത്തത്തിന്റെ വ്യാസത്തിന്റെ നീളവും തുല്യമായിരിക്കും. സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളവും വൃത്തത്തിന്റെ വ്യാസത്തിന്റെ നീളവും തുല്യമായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എ എന്ന് പറയുന്നതാണ് എത്ര? 2 സെന്റിമീറ്റർ. എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? ഓക്കെ, 2 സെന്റിമീറ്റർ ആയാൽ ഇവിടെ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് A√2 ആ. A√2 എന്ന് വെച്ചാൽ 2√2 ആണ്. 2√2 ആണ് ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. 2√2 ആണ്. ഈ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് 2√2. സമചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എന്ന് പറയുന്നത്, സമചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. സമയത്തിന്റെ വശനീളമായ A തന്നാൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A². സമയത്തിന്റെ വശനീളമായ A തന്നാൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A².
വികരണ നീളമായ ഡി തന്നാൽ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ d²/2 ആണ്. d²/2 വികരണത്തിന് ഡയഗണൽ നീളം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ a√2 ആണ്. a√2 എന്ന് വെച്ചാൽ 2√2 ആണ്. ഈ 2√2 അപ്പോൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ d²/2 ആണ്. d²/2 സമയതരത്തിന്റെ വശത്തിന്റെ നീളം ആയ a തന്നാൽ വിസ്തീർണം a². വികരണത്തിന്റെ നീളമായ d തന്നാൽ വിസ്തീർണം d²/2 ആണ്. d ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് d²/2. അപ്പൊ d എന്ന് പറയുന്നതാണ് എത്ര? d എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 2√2 എന്ന് കിട്ടി. 2√2 ഓക്കെ ആണല്ലോ. അപ്പൊ d²/2 എന്ന് പറയുമ്പോൾ എന്തുവാ 2√2ന്റെ സ്ക്വയർ 2√2 into 2√2 divided by 2 എന്ന് കിട്ടും. 2√2 into 2√2 divided by 2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. യെസ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? യെസ് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഈ 2ഉം ഈ 2 കൂടെ ക്യാൻസൽ ആയി പോകും. ഓക്കെ √2 into √2 കാര്യം എന്താണ് √2 into √2 എന്ന് പറയുന്നത് √4 ആ 4 ന്റെ √2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 കിട്ടും. 2 into ഇവിടുത്തെ ഒരു 2 ഉണ്ടല്ലോ, ഈ 2 കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ √2 2 കിട്ടും. ഇവിടുത്തെ വെട്ടിപ്പോത്ത 2 ഉണ്ട്. 2 into 2 എന്ന് വെച്ചാൽ 4. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതാണ് സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇതാണ് സമചതുരത്തിന്റെ വിസ്തീർണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സമചതുരത്തിന്റെ വിസ്തീർണം ഇതാണ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് എന്താണ്? വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ πr² ആണ്. വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ πr². ഈ πr²ൽ പൈ ഇൻറ്റു ആരം എന്ന് പറയുന്നത് എന്താണ്? ആരം നമുക്ക് തന്നിട്ടില്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ വ്യാസം തന്നിട്ടുണ്ട്. വ്യാസം എന്ന് പറയുന്നത് സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളമാണ്. ഈ സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളമാണ് വൃത്തത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യാസം. അപ്പൊ വ്യാസം ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വ്യാസം എന്ന് പറയുന്നത് 2√2 ആണ്. 2√2. അപ്പൊ എന്താ 2√2 വ്യാസം വന്നാൽ വ്യാസത്തിന്റെ പകുതി ആരം എന്ന് പറയുന്നത്, വ്യാസത്തിന്റെ പകുതിയായ ആരം ഞാൻ ഇങ്ങോട്ട് എഴുതുക. ആരം എന്ന് പറഞ്ഞാൽ 2√2ന്റെ പകുതിയാണ്. 2√2ന്റെ പകുതിയാകുമ്പോൾ 2 2 ക്യാൻസൽ ആയിപ്പോ ബാക്കി എന്തുണ്ട്? √2 മാത്രമേ കാണത്തുള്ളൂ. √2 മാത്രം. അപ്പൊ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ πr² ആണ്. വിസ്തീർണം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മുടെ ആരം ഇവിടെ കിട്ടിയേ, നമുക്ക് ആരം കിട്ടി √2 എന്ന് കിട്ടി. 2 2 കൂടെ ക്യാൻസൽ ആയിപ്പോൾ ആരം √2 എന്ന് കിട്ടി. അപ്പൊ πr² കണ്ടുപിടിക്കാൻ ഇക്വേഷൻ √2ന്റെ സ്ക്വയർ √2² πr². അപ്പൊ നോക്കാം പൈ ഇൻറ്റു √2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ √2 into √2 എന്ന് വെച്ചാൽ 2 ആണ്. കാര്യം എന്താ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് √2 into √2 എന്ന് വെച്ചാൽ 4 ആണ്. √4 ആണ്. √4ന്റെ വാല്യൂ 2. അപ്പൊ എന്താ കിട്ടി? 2√2 എന്ന് കിട്ടി. എന്ത് കിട്ടിയോ? 2√2 എന്ന് കിട്ടി. അല്ല 2 പൈ എന്ന് കിട്ടി. 2√2 അല്ല 2 പൈ എന്ന് കിട്ടി. ഈ 2 പൈ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ മൊത്തം വിസ്തീർണ്ണമാണ്. വൃത്തത്തിന്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 2 പൈ ആണ്. 2 പൈ. ഈ 2 പൈയിൽ നിന്ന് വൃത്തത്തിന്റെ മൊത്തം വിസ്തീർണമായ 2 പൈയിൽ നിന്ന് ഓക്കെ ആണല്ലോ. ത്രികോണത്തിന്റെ വൃത്തത്തിന്റെ മൊത്തം വിസ്തീർണമായ 2 പൈയിൽ നിന്ന് നമ്മുടെ ഏതാണ് ഈ സമചതുരത്തിന്റെ വിസ്തീർണമായ ഓക്കെ ഓക്കെ സമചതുരത്തിന്റെ വിസ്തീർണമായ എന്താണ് സമചതുരത്തിന്റെ വിസ്തീർണമായ 2√2 നമ്മൾ മൈനസ് ചെയ്യണം. 2√2 മൈനസ് ചെയ്തു. 2√2 അല്ല 4 അല്ലേ? 4 സമയത്തിന്റെ വിസ്തീർണം ഇവിടെ 4 അല്ലേ? 4 മൈനസ് ചെയ്തു. 4 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 2 into പൈയുടെ വാല്യൂ എത്ര? പൈയുടെ വാല്യൂ 3.14 ആണ്. 3.14 ആണ്. മൈനസ് 4 കിട്ടും. ഓക്കെ നമുക്ക് ഇൻറ്റു ചെയ്യാം. 8 2 6 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തു. ഓക്കെ മൈനസ് 4. ആൻസർ 2.28 ആയിരിക്കും. എത്ര കിട്ടും? 2.28 ആയിരിക്കും. ഈ എന്തെന്ന് പറയുന്നത് 2.28 ആയിരിക്കും എവിടെ കൊള്ളാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഈ നമ്മളുടെ ഈ പച്ച ഭാഗത്ത് കൊള്ളാനുള്ള സാധ്യത എന്ന് പറയുന്നത് 2.28 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ യെസ് ഓക്കെ സമചതുരാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട്. മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവ് 1125 ചതുരശ്ര മീറ്റർ ആണ്. 1125 ചതുരശ്ര മീറ്റർ ആണ്. മൈതാനത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.
സമചതുരാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട്. നടപ്പാതയും മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവ്. സമചതുരം ശ്രദ്ധിച്ചോ, സമചതുരം ഇതാണ്. ഇതിന്റെ ഈ പരപ്പളവ് എന്ന് പറയുന്നതാണ് ഈ ഇവിടെ എന്താണ്, ഇതിനകത്ത് ഒരു പാതയുണ്ട്, നടപ്പാത. ഈ നടപ്പാതയും കൂടെ, ഈ നടപ്പാതയുടെ വീതി എന്ന് പറയുന്നതാണ് 2 മീറ്റർ ആണ്. 2 മീറ്റർ, ഇവിടെ 2 മീറ്റർ വീതിയാണ്. ഇവിടുത്തെ വീതി 2 മീറ്റർ ആണ്. ഇവിടുത്തെ വീതി എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. ഇവിടുത്തെ വീതി 2 മീറ്റർ. 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ നടപ്പാത ഉൾപ്പെടെയുള്ള ഭാഗത്തിന്റെ വിസ്തീർണമാണ് എത്ര? 1225 എന്ന് പറയുന്നത്. 1225. അപ്പൊ നമ്മളൊന്ന് എന്ത് ചെയ്യണം? വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള, സമയത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? എ സ്ക്വയർ. ഈ എ സ്ക്വയർ എന്ന് പറയുന്നതാണ് 1225 എന്ന് പറയുന്നത്. എ സ്ക്വയർ എന്ന് പറയുന്നതാണ് 1225 എന്ന് പറയുന്നത്. എ സ്ക്വയർ 1225 ആണെങ്കിൽ എ ഈസിക്കൽ ടു റൂട്ട് ഓഫ് 1225. 1225ന്റെ റൂട്ട് എന്ന് പറയുന്നത് 35 എന്ന് കിട്ടും. 35. ഈ നടപ്പാതയുടെ വീതി എന്ന് പറയുന്ന വശത്തിന്റെ നീളം എന്താ? ഈ നടപ്പാത ഉൾപ്പെടെയുള്ള സമചതുരാകൃതിയായ ഈ മൈതാനത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത്, ഈ നടപ്പാത ഉൾപ്പെടെയുള്ള ഭാഗത്തിന്റെ നീളം എന്ന് പറയുന്നത് 35 എന്ന് കിട്ടും. ഇവിടെ 35 കിട്ടി, ഇവിടെ 35 കിട്ടി, ഇവിടെ 35 കിട്ടി, ഇവിടെ 35 കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 35, 35, 35 ഇത് കിട്ടി. നമുക്ക് ഇത് വേണ്ട. നമ്മളോട് പറഞ്ഞത് മൈതാനത്തിന്റെ മാത്രം മതി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ നീളം എന്ന് പറയുന്നത് 2. അപ്പൊ ഈ 35 ഇവിടുന്ന് ഒരു 2 അങ്ങ് പോകും. 35 2 പോയേ. 35 ആദ്യം ഒരു 2 പോയി. പിന്നെ എത്രയായി? 33 ഇനി ഇതാ ഇവിടത്തെ വീതി 2. അപ്പൊ ഇവിടെ ഒരു 2 പോകും. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 2 പോകും. അപ്പൊ എന്തായി? 33 വീണ്ടും ഒരു 2 പോയി. 31 ഇതാണ് നമ്മളുടെ അകത്തുള്ള മൈതാനമായ മൈതാനത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 31 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 31 കിട്ടും. ക്ലിയർ ആവുന്നോ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ മൈതാനം മാത്രമുള്ള ഭാഗത്തിന്റെ പരപ്പളവ് എത്ര എന്ന് ചോദിച്ചിരിക്കുന്നത്? പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം. അപ്പൊ പുതിയ A1 കിട്ടി. A1 അല്ലെങ്കിൽ അകത്തുള്ള മൈതാനത്തിന്റെ അകത്തുള്ള വശത്തെ നീളം കിട്ടി. A എന്ന് പറയുന്നത് എത്ര കിട്ടി? 31 എന്ന് കിട്ടി. 31. വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? എ സ്ക്വയർ ആണ്. 31ന്റെ സ്ക്വയർ 31 ഇൻറ്റു 31 എത്ര കിട്ടും? 31നെ 31 കൊണ്ട് ഗുണിച്ചാൽ 1 3 1 3 അല്ല 9 1 3 1 6 9. ആൻസർ 961 മീറ്റർ സ്ക്വയർ എന്നായിരിക്കും ഇതിന്റെ ആൻസർ കിട്ടുന്നത്. എത്ര കിട്ടുമോ? 961 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ നടപ്പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. നടപ്പാതയല്ല, ഈ നടപ്പാത ഒഴിച്ചുള്ള മൈതാനത്തിന്റെ മാത്രം പരപ്പളവ് എന്ന് പറയുന്നത് 961 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 2205 രൂപയായി. പലിശ നിരക്ക് എത്രയാണ്? വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു പദ്ധതിയിൽ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 2205 രൂപയായി. പലിശ നിരക്ക് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ ഇതാണ്. A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R/100 the whole raised to n ആണ്. ഓക്കെ, ഇവിടെ P പറയുന്നുണ്ട്. P എന്ന് പറയുന്നത് എത്രയാണ്? 2000 രൂപ. A പറയുന്നുണ്ട്, മുതൽ പറയുന്നുണ്ട്. A എന്ന് വെച്ചാൽ എത്ര? 2205 രൂപ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഇയർ പറയുന്നുണ്ട് എത്ര? 2 വർഷം എന്നും പറയുന്നുണ്ട്. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. അത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 2205 എന്ന് കൊടുക്കണം. എ കിട്ടി. P പറയുന്നുണ്ട് എത്ര? 2000, അതും കൊടുത്തു. 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയത്തില്ല, R/100 the whole raised to n പറയുന്നുണ്ട് 2 വർഷം, അതും കൊടുത്തു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത്രയും വരെ കൊടുത്തു. P എന്ന് പറയുന്നത് 2000, A എന്ന് പറഞ്ഞാൽ 2205, നമ്പർ ഓഫ് ഇയർ 2. നമ്മൾ ഇക്വേഷനകത്ത് നമുക്ക് അറിയാവുന്ന എല്ലാം കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 2000 കൂടെ ഗുണിച്ചേക്കുക, ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. നമുക്ക് ഈ കണ്ടുപിടിക്കാൻ 6 മാത്രം അവിടെ നിലനിർത്താവുള്ളൂ. ബാക്കി എല്ലാത്തിനും നമ്മളിപ്പോൾ സമത്തിന് അപ്പുറം കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ 2000 കൂടെ ഗുണിച്ചേക്കുന്നുണ്ട്, ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം. അപ്പൊ എന്നിട്ട് 2205 ഡിവൈഡഡ് ബൈ 2000 ഈക്വൽ ടു എത്ര കിട്ടി? 1 പ്ലസ് R/100 the whole raised to 2 എന്ന് കിട്ടി.
നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വെട്ടി ചെറുതാക്കാം. രണ്ടിടത്തും നോണ്ടേ 4 5 20 5 ചരിക്കുക. 4 5 20 1 5 5. ഇവിടെ 5 ചരിക്കുമ്പോൾ 4 5 20 400 എന്ന് കിട്ടും. ഈക്വൽ ടു എന്ത് കിട്ടി? 1 പ്ലസ് r/100 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇത്രയും വരെ ഓക്കെയാണ്. നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുത്തെ സ്ക്വയർ മാറ്റാൻ പോവാം. ഈ സ്ക്വയർ മാറ്റണമെങ്കിൽ സ്ക്വയറിന് ഇപ്പുറത്തെ സംഖ്യയുടെ റൂട്ട് എടുക്കണം. സ്ക്വയർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണോ? ഇപ്പുറത്തെ സംഖ്യയുടെ റൂട്ട് എടുക്കണം. നമുക്കൊന്ന് റൂട്ട് എടുത്ത് നോക്കാം. ഇപ്പുറത്തെ സംഖ്യയുടെ റൂട്ട് എടുക്കുമ്പോൾ ഇതാ നോക്കിക്കോ, എത്ര കിട്ടി? റൂട്ട് ഓഫ് ബാലൻസ് ആയിട്ട് ചെയ്യുന്നത് റൂട്ട് ഓഫ് 4401 ഡിവൈഡഡ് ബൈ 441 ഡിവൈഡഡ് ബൈ 400 ഈക്വൽ ടു 1 പ്ലസ് r/100 എന്ന് കിട്ടി. 1 പ്ലസ് r/100 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് എത്രയാണ്? 441ന്റെ റൂട്ട് എടുക്കണം. 441ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്ര കിട്ടി? 21 കിട്ടി. 400 റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 20 കിട്ടി. ഈക്വൽ ടു 1 പ്ലസ് r/100 എന്ന് കിട്ടി. 1 പ്ലസ് r/100 എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? ഈ +1 സമത്തിന് ഇപ്പുറം കൊണ്ടുവരാം. +1 സമത്തിന് ഇപ്പുറം വരുമ്പോൾ -1 ആയി. ഓക്കെ, 21 ഡിവൈഡഡ് ബൈ 20 -1 ഈക്വൽ ടു r/100 എന്ന് കിട്ടി. r/100 നമുക്ക് ഇവിടെ കുറയ്ക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 20 കിട്ടും. അത് ഈ 1 20 ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ 1 21 21 മൈനസ് 1 20 20 ഈക്വൽ ടു r/100 എന്ന് കിട്ടും. 21 ന്ന് 20 കുറച്ച 1 കിട്ടും. 1 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു r/100 എന്ന് കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 കണ്ടുപിടിക്കേണ്ടത് 100 ഇവിടെ ഹരിച്ചേക്കൊല്ലിയോട് ഇപ്പുറത്ത് വരുമ്പോൾ ഗുണിക്കണം. ഇവിടെ കണ്ടുപിടിക്കേണ്ട 6 മാത്രം അവിടെ നിലനിർത്തണം. ബാക്കിയുള്ളതിനെ നമ്മൾ സമത്തിനപ്പുറം കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 ഹരിച്ചേക്കിന് ഇപ്പുറത്ത് ഗുണിച്ചു ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഈക്വൽ ടു 6. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഹരിക്കാം. 1 20 20 5 20 100. ഓക്കെ, ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 5 ഈസ് ഈക്വൽ ടു 6. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5%. കാര്യം എന്താ? 100നെ 20 വെച്ച് ഹരിക്കുമ്പോൾ 5 കിട്ടും. 5 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 5%. ക്ലിയർ ആവുന്നുണ്ടല്ലോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%. ഓക്കെ, ഇതും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? യെസ്. നമുക്കിനി എന്ത് ചെയ്യാം? നമ്മളുടെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ് എടുത്ത് വളരെ ടയേർഡായിട്ട് ഇരിക്കുക. എങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തരാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിടുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് അടുത്ത ആഴ്ചയൊക്കെ പരീക്ഷ ഉണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഞാനങ്ങ് ചെയ്തിടുന്നത്. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? പറയണം. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അതനുസരിച്ച് കറക്റ്റ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടട്ടെ, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻ എഴുതി ചെയ്തിടുന്നത്. കേട്ടാണല്ലോ? ഓക്കെ, നോക്കിയേ, ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരേ ഉയരമുള്ള 2 വൃത്തസ്തംഭങ്ങളുടെ പാദത്തിന്റെ ആരം 3:4 എന്ന അംശബന്ധത്തിലാണ്. ഇവയുടെ വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവയുടെ ഒരേ ഉയരമുള്ള 2 വൃത്തസ്തംഭങ്ങളുടെ പാദത്തിന്റെ ആരം 3:4 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ ഒരേ ഉയരം ഒന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടിന്റെ ഹൈറ്റുകൾ ഈക്വൽ ആണ്. പിന്നെന്ത് പറയുന്നത്? പാദത്തിന്റെ ആരങ്ങൾ തമ്മിലുള്ള അംശം എന്ന് വെച്ചാൽ R1:R2. ആരങ്ങൾ തമ്മിലുള്ള അംശം എത്രയാണ്? 3:4 ആണ്. R1:R2 എന്ന് പറയുന്നത് 3:4 ആണ്. എങ്കിൽ ഇവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര? വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടറിനെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടറിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ πr²h ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, 2 വൃത്തസ്തംഭങ്ങളുണ്ട്. അപ്പൊ നോക്കണ്ട, πr² 1 h1 is to πr² 2 h2. ഇതാണ് വൃത്തസ്തംഭങ്ങളുടെ വ്യാപ്തങ്ങൾ. πr² 1 h1 is to πr² 2 h2. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്നത്? പൈ ഇൻറ്റു ആരം. ഒന്നാമത്തെ ആരം 3 ആണ്.
3ന്റെ സ്ക്വയർ ഇൻറ്റു h എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തുല്യമാണെന്ന് പറയുന്നത് നമ്മൾ 1 കൊടുത്തു ഈസ് ഇവിടുത്തെ പൈ ഇൻറ്റു ഇതേപോലെ അടുത്ത rn2 എന്ന് വെച്ചാൽ 4 ആണ് 4ന്റെ സ്ക്വയർ ഇൻറ്റു എന്തെന്ന് പറയുന്നത് h ഇവിടുത്തെ h2 തുല്യമാണ് ആരങ്ങൾ ഇവിടുത്തെ ഉയരങ്ങൾ തുല്യമാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെയും 1 കൊടുത്തു. ഇനി നോക്കിയേ ഈ അപ്പുറം ഇപ്പുറം കോമൺ ആയിട്ട് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന ഇവിടെ ഒരു പൈ ഉണ്ട് ഇവിടെ ഒരു പൈ ഉണ്ട് വെട്ടിക്കളയാം. 3ന്റെ സ്ക്വയർ എത്ര 9 ഗുണം 1 ഈസ് 4ന്റെ സ്ക്വയർ എത്ര 16 ഗുണം 1 ഒരു 9 9 ഈസ് ഒരു 16 16 ആൻസർ എന്താണ് 9 ഈസ് 16 ആണ് 9 ഈസ് 16 ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ടിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് വൃത്തസ്തംഭങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നു ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് തുല്യമാണ് ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം തുല്യമാണ് ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നു ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം തുല്യമാണ് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ തന്നേക്കുന്ന ആരങ്ങളുടെ അംശബന്ധം ഇല്ലയോടോ ആരങ്ങളുടെ അംശബന്ധത്തിന്റെ സ്ക്വയർ അങ്ങ് എടുത്ത് വെച്ചാൽ മതി ആരങ്ങളുടെ അംശബന്ധത്തിന്റെ സ്ക്വയർ അപ്പൊ 9:16 ശ്രദ്ധിച്ചോണം ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഉയരങ്ങൾ തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഇനി ഉയരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആരങ്ങളുടെ അംശബന്ധത്തിന്റെ സ്ക്വയറിന്റെ കൂടെ ഉയരം ഗുണിക്കണം ഈസ്റ്റു രണ്ടാമത്തെ ആരത്തിന്റെ അംശബന്ധത്തിന്റെ സ്ക്വയറിന്റെ കൂടെ ആ ഉയരോടെ ഗുണിച്ചങ്ങ് എഴുതി വെച്ചാൽ മതി ഇവിടെ ഉയരം 1 1 എന്നെടുത്ത് നമ്മൾ ഗുണിച്ച് എഴുതി വെക്കുന്ന പോലെ അവിടെ വേറെ ഏതെങ്കിലും നമ്പർ തരുവാണെങ്കിൽ എഴുതിയാൽ മതി പക്ഷെ ഉയരങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇങ്ങനെ സ്ക്വയർ അങ്ങ് എടുത്ത് വെച്ചാൽ മതി ഓക്കെ ആണല്ലോ യെസ് നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ അല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സ്കൂൾ ടെക്സ്റ്റിലല്ല ഈ മോഡൽ സ്കൂൾ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട് ഇത് പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രണ്ട് വ്യക്തികൾ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ മൊത്തം വോട്ടിന്റെ 35% നേടി അയാൾ 450 വോട്ടിന് തോൽക്കുകയും ചെയ്തു അസാധു ഒന്നും ഇല്ല എങ്കിൽ ആകെ വോട്ടുകളുടെ എണ്ണം എത്ര ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒരു രണ്ട് വ്യക്തികൾ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൾക്ക് 35% വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് 100% ആയിരിക്കും അവിടെ ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണ് 100% വോട്ടായിരിക്കും അവിടെ ആകെ പോൾ ചെയ്യുന്നത് 100% വോട്ട് അവിടെ ആകെ പോൾ ചെയ്യുമ്പോൾ അതിൽ 35% വോട്ട് മൊത്തത്തിൽ 100% വോട്ടാണ് അവിടെ ആകെ പോൾ ചെയ്യുന്നത് അതിലെന്താണ് 30% വോട്ട് ആകെ പോൾ ചെയ്തു അതിൽ 100 ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറഞ്ഞാൽ 100% ആകെ പോൾ ചെയ്ത വോട്ട് എന്ന് പറഞ്ഞാൽ 100%ആണ് ആകെ പോൾ ചെയ്യുന്ന വോട്ട് 100% അതിൽ പരാജയപ്പെട്ട ആൾക്ക് 35% വോട്ട് കിട്ടിയാൽ വിജയിച്ച ആൾക്ക് 65% വോട്ടും കിട്ടിക്കാണും മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിൻ ചെയ്ത ആൾക്ക് 65%വും ഫെയിൽ ആയ ആൾക്ക് 35% വോട്ടായിരിക്കും കിട്ടിയിരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ വോട്ട് കിട്ടിയപ്പോൾ അയാൾ 450 വോട്ടിന് തോൽക്കുകയും ചെയ്തു 450 വോട്ടിന് അയാൾ തോറ്റുപോയി ഈ 35% വോട്ട് കിട്ടിയാൽ 450 വോട്ടിന് തോറ്റുപോയി 450 വോട്ടിന് തോറ്റുപോയി എന്ന് വെച്ചാൽ മറ്റേ ആളെക്കാട്ടിലും 450 വോട്ട് കുറവാണ് അയാൾ കിട്ടിയിരിക്കുന്നത് മറ്റേ ആൾ മൊത്തത്തിൽ 450 വോട്ട് കിട്ടിയെന്നല്ല മറ്റേ ആൾക്ക് കിട്ടിയെന്നോ അയാൾക്ക് കിട്ടിയെന്നോ അല്ല പറയുന്നത് 450 വോട്ടിന്റെ കുറവിനാണ് അയാൾ പരാജയപ്പെട്ടത് എന്ന് വെച്ചാൽ മറ്റേ ആൾക്ക് കിട്ടിയതിനെക്കാട്ടിലും 450 വോട്ട് കുറവാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ആണല്ലോ നമ്മൾ അപ്പൊ എന്ത് ചെയ്യണം ആദ്യത്തെ വിജയിച്ച ആൾക്ക് കിട്ടിയേക്കുന്ന വോട്ട് എന്ന് വെച്ചാൽ 65% പരാജയപ്പെട്ട ആൾക്ക് കിട്ടിയേക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 35% ഓക്കെ 35% നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 35%വും 65%വും തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കണം എത്ര ശതമാനമാ 30% 35%വും 65%വും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 30%. വിജയിച്ച ആൾക്ക് പരാജയപ്പെട്ട ആളെക്കാട്ടിലും
30% വോട്ട് അധികം കിട്ടി. വിജയിച്ച ആൾക്ക് പരാജയപ്പെട്ട ആളിനെക്കാട്ടിലും 30% വോട്ട് അധികം കിട്ടി. വിജയിച്ച ആൾക്ക് അധികം കിട്ടിയേക്കോ 30% വോട്ട്. കാര്യം എന്താ, മറ്റേ ആൾക്ക് എത്ര കിട്ടി? മറ്റേ ആൾക്ക് പരാജയപ്പെട്ട ആൾക്ക് 35% വോട്ട് കിട്ടി. ഇയാൾക്ക് 30% വോട്ട് അധികം കിട്ടുമ്പോൾ വലിയ മൊത്തത്തിൽ 65% ആവുന്നത്. അപ്പൊ 30% അധികം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഈ 30% അധികവും കിട്ടി, അയാൾക്ക് 450 വോട്ടും അധികം കിട്ടി. 450 വോട്ടും. അല്ലെങ്കിൽ എന്താ പറയാ, പരാജയപ്പെട്ട ആൾക്ക് വിജയിച്ച ആൾക്കാളിൽ 30% വോട്ട് കുറവാണ് കിട്ടിയത്, 450 വോട്ട് കുറവാണ് കിട്ടിയത്. 30% വോട്ട് കുറവാണ് കിട്ടിയിരിക്കുന്നത്, 450 വോട്ട് കുറവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ 30% വോട്ട് എന്ന് പറയുന്നതാണ് 450. ഓക്കെ ആണല്ലോ. 30% വോട്ട് 450 ആണ് എങ്കിൽ നമുക്കത് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാം. 30% വോട്ട് 450 വോട്ടാണ് എങ്കിൽ അവിടെ ആകെ എങ്കിൽ അവിടെ വോട്ടുകളുടെ എണ്ണം എത്രയാണെന്ന്, ആകെയുള്ള വോട്ടുകളുടെ എണ്ണം എപ്പോഴും 100%. ആകെയുള്ള വോട്ടുകളുടെ എണ്ണം എപ്പോഴും എത്രയാണ്? 100%. അത് എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആകെയുള്ള വോട്ടുകളുടെ എണ്ണം എപ്പോഴും 100%. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇത് ക്രോസ് ചെയ്ത് ഗുണിക്കുക. ക്രോസ് ചെയ്ത് ഗുണിക്കുമ്പോൾ 450 × 100 ഡിവൈഡഡ് ബൈ ഈ 30 എന്തോ ഗുണിച്ചേക്കല്ലേ, ഈ കിടക്കുന്ന 30 എടുത്ത് അങ്ങ് താഴെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ. ആദ്യം ഈ 100 450 ക്രോസ് ചെയ്ത് ഗുണിക്കുക, എന്നിട്ട് ആദ്യം കിടക്കുന്ന സംഖ്യ എടുത്ത് താഴെ എഴുതുക. ഈ 0 ഈ 0 ഇട്ട 1 3 3 15 3 45. ഓക്കെ, 15 2 0 1500. 1500 വോട്ടാണ് അവിടെ ആകെ പോൾ ചെയ്തേക്കുന്ന വോട്ട് എന്ന് പറയുന്നത്. 1500 വോട്ടാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, യെസ്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ഓക്കെ 5 raised to okay 5 raised to n equal to 625. 5 raised to n is equal to 625 ആയാൽ 5 raised to n minus 3 എത്ര? n minus 3 എത്ര? ഓക്കെ ആണല്ലോ. 5 raised to n is equal to 625 ആയാൽ 5 raised to n minus 3 യുടെ വില എത്ര? 5 raised to n minus 3. ഇതാ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. a raised to m by a raised to n എന്ന് പറയുന്നത് a raised to m minus n ആണ്. ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യകൾ ഹരിക്കാൻ വന്നാൽ, ഒരേ ബേസ് ഉള്ള, ഇവിടെ രണ്ടിടത്ത് ഹരിക്കാൻ വന്നാൽ പൊതുവായിട്ടൊരു ബേസ് ആയ a എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കുറയ്ക്കുക. എമ്മിൽ നിന്ന് n കുറയ്ക്കുക, എമ്മിൽ നിന്ന് n കുറയ്ക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്കപ്പോൾ എന്ത് ചെയ്യാം? എമ്മിൽ നിന്ന് n കുറയ്ക്കാം. അപ്പൊ ഈ പറയുന്ന ഇതേ കൺസെപ്റ്റ് പ്രകാരം 5 raised to n minus 3 നമുക്ക് എന്ത് എഴുതാം? ഈ ഫോമിലായി കിടക്കുന്നത് കണ്ടേ, a raised to m minus എന്ന ഫോമിൽ കിടക്കുന്നത്. എന്ത് ചെയ്യാം? 5 raised to n minus 3 എന്ത് എഴുതാം? 5 raised to n divided by 5 raised to 3 എന്ന് എഴുതാം. 5 raised to n divided by 5 raised to 3 എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെ എഴുതാം? അപ്പൊ എന്താ 5 raised to n minus 3 എങ്ങനെ എഴുതാം? 5 raised to n divided by 5 raised to 3 എന്ന് എഴുതാം. 5 raised to 3 എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. എങ്കിൽ ഈ 5 raised to n ന്റെ വാല്യൂ ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്ര? 5 raised to n ന്റെ വാല്യൂ അവർ ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്ര? 625 എന്ന് എഴുതാം. അപ്പൊ ഈ 5 raised to n മാറ്റിയിട്ട് പകരം എന്ത് എഴുതാം? 625 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 5 ക്യൂബ്, 5ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 5 ഗുണം 5 ഗുണം 5, 5 25 ഗുണം 5 125. 625നെ 125 ചോദിച്ചാൽ 5 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പറയുന്നതിന്റെ വില 5 raised to n minus 3 യുടെ വില എന്ന് പറയുന്നത് 5 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സൈക്കിൾ വാങ്ങിയ വിലയേക്കാൾ 220 രൂപ കുറച്ച് വിറ്റപ്പോൾ 8% നഷ്ടം വന്നു എങ്കിൽ സൈക്കിളിന്റെ വാങ്ങിയ വില എത്ര രൂപയാണ്? ഓക്കെയാണോ? ഒരു സൈക്കിൾ വാങ്ങിയ വിലയേക്കാൾ 220 രൂപ കുറച്ച് വിറ്റപ്പോൾ അയാൾക്ക് എന്ത് വന്നു? 8% നഷ്ടം വന്നു എങ്കിൽ സൈക്കിളിന്റെ വാങ്ങിയ വില എന്ത്? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഒരു സൈക്കിൾ എങ്ങനെയാണ് 220 രൂപ കുറച്ച് വിറ്റപ്പോൾ അയാൾക്ക് 8% നഷ്ടം വന്നു. അപ്പോൾ അയാൾ വാങ്ങിയ മൊത്തം വില എത്ര ശതമാനമാണെന്ന് കൂടെ. അയാൾ വാങ്ങിയ മൊത്തം വില എന്ന് പറയുന്നത് എപ്പോഴും 100%. അയാളുടെ മൊത്തം വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഈ 100% വിലക്കകത്തു നിന്ന് അയാൾ എന്താണ്
225 രൂപ കുറച്ച് വിറ്റപ്പോൾ 225 രൂപ കുറച്ച് വിറ്റപ്പോൾ 220 രൂപ കുറച്ച് വിറ്റപ്പോൾ അയാൾക്ക് 8% നഷ്ടം വന്നു. അപ്പോൾ 8% നഷ്ടം വന്നു 220 രൂപ കുറച്ച് വിറ്റപ്പോൾ. അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഈ 8% എന്ന് പറയുന്നതാണ് 220 രൂപ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? 8% വില എന്ന് പറയുന്നതാണ് 220 രൂപ. കാര്യം എന്താ? 8% കുറച്ചപ്പോഴാണ് 220 രൂപ നഷ്ടം വന്നത്, അല്ലെ? 220 രൂപ കുറച്ചപ്പോഴാണ് 8% നഷ്ടം വന്നത്. അപ്പൊ 8% 220 ആണെങ്കിൽ 1% എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയാൻ 220 തന്നെ അല്ലെ? വേണ്ട, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ ചെയ്യേണ്ട? നേരത്തെ ചെയ്ത രീതി തന്നെ ചെയ്യാം. എങ്കിൽ അതിന്റെ സൈക്കിളിന്റെ വാങ്ങിയ വില എന്ത്? സൈക്കിളിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് അതിന്റെ യഥാർത്ഥ വിലയാണ്. യഥാർത്ഥ വില എപ്പോഴും 100% തന്നെയാണ്. യഥാർത്ഥ വില എപ്പോഴും എത്ര ശതമാനമാണ്? 100%. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ 8% എന്ന് പറയുന്നതാണ് 220. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 100% വില എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നേരത്തെ ഇതുപോലെ 8% എങ്ങനെ എഴുതാം? 8% എന്ന് പറയുന്നത് 220 ആയാൽ 100% എത്രയാണ്? 100% എത്രയാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് ചെയ്തും കൊണ്ട് ഗുണിക്കുക. നേരത്തെ ഇതുപോലെ എന്താണ്? 220 × 100 ഡിവൈഡഡ് ബൈ ഈ സംഖ്യ എടുത്ത് താഴെ 8. 1 8 8 16 ശിഷ്ടം 6 8 16 ഇഷ്ടം 6 ആറാകുമ്പോൾ 8 7 56 വരും. 8 7 56 വരും. ശിഷ്ടം 4 വരും. I8 40 വരും. ഓക്കെ, 0 വരും. അപ്പം എന്ത് വേണം? 2750 രൂപ. ആ സൈക്കിളിന്റെ വില എന്ന് പറയുന്നത് 2750 രൂപയാണ്. അതിന്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 2750 രൂപയായിരുന്നു. ആ 2750 രൂപ വിലയുള്ള സൈക്കിൾ 2750 രൂപ വിലയുള്ള സൈക്കിളാണ് അയാൾ 220 രൂപ കുറച്ച് വിറ്റപ്പോൾ അയാൾക്ക് 8% നഷ്ടം വന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് ഇതിന്റെ ഒക്കെ വിശദമായിട്ട് നമുക്ക് ടോപ്പിക് ബേസ് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LCM ആണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുന്ന, ഓരോന്ന് ചെയ്യും. ഇപ്പോൾ ഞാൻ അടുത്ത പരീക്ഷ എടുത്ത് 28-ാം തീയതി പരീക്ഷ ഉള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്തിടുന്നുള്ളൂ. കുറച്ച് വേറെ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് വിശദമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലാതെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്, എന്നാ നോക്കിയോ? ഇവിടെ നോക്കിയോ? x is to y equal to 3:5, comma 4 is to x equal to 2:9 എങ്കിൽ y യുടെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. x is to y equal to എന്താണ്? 3:5 എങ്കിൽ 4 is to x is equal to 2:9 ആയാൽ x ന്റെ വില എന്താ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ 4 is to x equal to 2:9 ആയാൽ നമ്മൾ ആദ്യം ഈ x ന്റെ വില കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ഈ ആദ്യം കിടക്കുന്ന അവസാനം കിടക്കുന്നതിനെ കുറിച്ച് സമത്തിന് ഇപ്പുറത്തും രണ്ടാമത്തെയും മൂന്നാമത്തെയും കുറിച്ച് സമത്തിന് അപ്പുറത്തും എഴുതുന്നു. ആദ്യത്തെ രണ്ടാമത്തെയും കുറിച്ച് ആദ്യത്തെ അവസാനം കിടക്കുന്ന കുറിച്ച് സമത്തിന് ഇപ്പുറത്തും രണ്ടാമത്തെ മൂന്നാമത്തെ കുറിച്ച് സമത്തിന് അപ്പുറത്തും എഴുതണം. അപ്പൊ എന്താ? 4ഉം 9 ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും എക്സും 2 ഗുണിച്ച് സമത്തിന് അപ്പുറത്തും എഴുതും. എഴുതിയല്ലോ? ഓക്കെ, നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ എന്തുവാ? 2 ഇവിടെ ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. അപ്പൊ 4 × 9 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എക്സ്. അപ്പൊ ഈ 2 ഇവിടെ ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. 1 2 2 ഈ 2 4 ഈ 9 18 ഈക്വൽ ടു എക്സ്. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 18 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 18 കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമ്മളോട് ചോദിക്കുന്ന വൈയുടെ വില എത്രയാണെന്ന് ചോദിക്കുന്നത്. നമ്മൾ നോക്കിയേ, എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു 3:5 എന്നല്ലേ പറയുന്നത്? എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു 3:5. അതാണ് എക്സിന്റെ വില നമുക്ക് ഇവിടെ കിട്ടി എത്ര? 18 എന്ന് കിട്ടി. അപ്പൊ എന്ത് അതങ്ങ് കൊടുക്കാം. 18 ഈസ് ടു വൈ ഈക്വൽ ടു 3:5 എന്ന് കിട്ടി. ഇപ്പൊ ചെയ്ത അതേ പണി തന്നെ ചെയ്യാം. ആദ്യത്തെ അവസാനത്തെ കുറിച്ച് ഇപ്പുറത്തും രണ്ടാമത്തെ മൂന്നാമത്തെ കുറിച്ച് അപ്പുറത്തും എഴുതാം. അപ്പൊ എന്ത് എഴുതാം? 18 × 5 ഇത് ഗുണിച്ച് ഇപ്പുറത്തും y × 3. നമുക്ക് വൈയുടെ വില കണ്ടുപിടിക്കണേ 3 ഗുണിച്ചേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. 18 × 5 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു y. കണ്ടുപിടിക്കുന്ന y ഒഴിച്ച് 3 ഗുണിച്ച് ഇപ്പുറത്ത് കൊണ്ട് ഹരിച്ചു. 1 3 3 6 3 18 5 6 30 30 ഈക്വൽ ടു y.
വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3t 30 എന്നുള്ള ഉത്തരവായിരിക്കും കിട്ടിയേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്ക്. ഞാൻ സ്പീഡിലോട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മളെ സെന്ററിൽ നിന്ന് തന്നെ ക്ലാസ് എടുക്കുവാണ്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിനു ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയക്കുക. മെസ്സേജ് മീൻസ് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വേണ്ട രീതി കാര്യങ്ങൾ ഇപ്പം അടുത്ത ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വിശദമായ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.